we already studied about a tree and its stages, tree seedling, sapling, pole and tree, and these about the three parts of a tree. You know about the three parts: upper part above the ground, the upper part the ground and the stem, and below the ground is the root. First one, the roots. It supports them firmly to the ground and absorb soil moisture containing mineral salts and send it to stem for onward transmission to the leaves. They generally comprise of two kinds of roots, that is tap root and the lateral roots. Root എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ സപ്പോർട്ട് and it absorbs moisture and minerals for the transportation and photosynthesis. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണുള്ളത്, ടാപ്പ് റൂട്ട് ആൻഡ് ദി ലാറ്ററൽ റൂട്ട്. ടാപ്പ് റൂട്ട് എന്താണ്? പ്രൈമറി റൂട്ട് ഫോം ബൈ ഡയറക്റ്റ് പ്രൊലോങ്ങേഷൻ ഓഫ് ദി റാഡിക്കൽ ഓഫ് ദി എംബ്രിയോ. It is conical in shape, and in trees a large root system, and it develops towards the permanent moisture in the soil. And the lateral roots are it is a type of root developed from the taproot and which are branch and form rootlets, and the end of the rootlets are covered with fine hairs, that is called root hairs. These hairs spread in the soil particles and absorb soil moisture and translocate to the stem and the leaves where the food is manufactured. ഈ ടാപ്പ് റൂട്ടും ലാറ്ററൽ റൂട്ടും അതിൻ്റെ ബ്രാഞ്ചസും റൂട്ട് ഹെയർസും ഒക്കെ ചേർന്നാണ് ഒരു റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാറ്ററൽ റൂട്ട്സ് കൺഫൈൻഡ് ടു ദി ഏരിയ കവേർഡ് ബൈ ദി ക്രൗൺ ഓഫ് ട്രീസ്. ഈ ലാറ്ററൽ റൂട്ട്സ് ആണ് ബ്രാഞ്ച് ചെയ്ത്, അതായത് മാക്സിമം സപ്പോർട്ടിന് വേണ്ടി റൂട്ട്സിൽ സപ്പോർട്ടിന് വേണ്ടി സ്പ്രെഡായി പോകുന്നതാണ് ലാറ്ററൽ റൂട്ട്സ്. ഈ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഷേപ്പിൽ ജസ്റ്റ് ഒരു പ്രൊലോങ്ങേഷൻ, ഒരു വെർട്ടിക്കൽ പ്രൊലോങ്ങേഷൻ ടു ദി ഡിസെൻഡിങ് പാർട്ട്. അപ്പോൾ ലാറ്ററൽ റൂട്ട്സ് ആണ് സ്പ്രെഡായി പോകുന്നത്. അത് മെയിനായിട്ടും ഒരു ഈ അപ്പർ പാർട്ട് ക്രൗൺ എന്ന് പറയുന്ന ഏരിയേൻ്റെ അത്രയും തന്നെ ഏരിയയിലായിരിക്കും, താഴോട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് അത്രയും തന്നെ ഏരിയയിലേക്കായിരിക്കും ഇത് കവർ ചെയ്യുന്നത്, മോസ്റ്റ്ലി ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ അതിൽ കൂടുതലും പോവാറുണ്ട്. അപ്പോൾ നിയർ ബൈ ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ റൂട്ട് സിസ്റ്റമായിട്ടും ചിലപ്പം കോയിൻസൈഡ് ചെയ്യും. ദെൻ the seedling stage go faster growth, and then സീസൺ ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഗ്രോത്ത്. ഷൂട്ട് ഗ്രോത്തിനേക്കാളും ഫസ്റ്റ് ആയിട്ടായിരിക്കും ഈ സീഡ്ലിംഗ് സ്റ്റേജിൽ ഈ റൂട്ട് ഗ്രോ ചെയ്യുന്നത്. ദെൻ ദ റൂട്ട്സ് ജനറലി റിക്വയർ എ വെൽ എയറേറ്റഡ് സോയിൽ ഫോർ ദ ഡെവലപ്മെൻറ്റ്. That is, roots of some species like sal tree are killed by rising the water table, and some may adjust themselves according to the changing conditions. Okay. Then on the basis of the depth of the root system, the trees are classified into shallow rooted and deep rooted trees. The deep rooted trees are those whose roots go very deep in the soil, and they have a long taproot system, and large lateral roots are not easily uprooted by wind and are called wind firm trees. For shallow rooted trees, those whose root system
does not extend far enough into the soil to save them from relatively easy wind throw. അതായത് ഷാലോ റൂട്ട് സിസ്റ്റം ഉള്ള ട്രീസിൻ്റെ റൂട്ട് സിസ്റ്റം അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അതായത് റൂട്ട്സ് അത്രയും താഴോട്ട് അല്ലെങ്കിൽ സൈഡിലേക്ക് സ്പ്രെഡ് ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് വിൻഡ് വരുന്ന ടൈമിൽ പെട്ടെന്ന് അപ്രൂട്ടായി പോകാൻ സാധ്യതയുണ്ട്. വിൻഡ് ഫേം ട്രീസിൻ്റെ ടാപ്പ് റൂട്ട് സിസ്റ്റം കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അതാണ് വിൻഡ് ഫേം ട്രീസ് എന്ന് പറയുന്നത്. The example for shallow rooted trees are Samania saman, Delonix regia, ഗുൽമോഹർ എന്ന് പറയുന്ന ട്രീസ്. ഇതൊക്കെ പെട്ടെന്ന് കാറ്റിൽ അബ്രൂട്ടായി പോവാൻ സാധ്യതയുള്ള ട്രീസാണ്. ഇനി വിൻഡ് ഫേം ട്രീസ് 2 സ്പീഷീസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, then adventitious roots. Adventitious roots are the roots produced from part of the plants other than the radicle. അതായത് നേരത്തെ പറഞ്ഞ റൂട്ട്സ് നമ്മുടെ മെയിൻ റൂട്ട്സ് അല്ലാതെ മറ്റ് പല ഫങ്ഷൻസിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന റൂട്ട്സിനെ നമ്മൾ പൊതുവായി പറയുന്നതാണ് adventitious roots. In bamboos, roots are produced from the underground stem called rhizome. ഇതൊരു adventitious root ടൈപ്പാണ്. And that are thin and are replaced by new roots when the older one die. നോർമലി അങ്ങനെയല്ല. നോർമൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡൈ ആയി പോയി പുതിയത് വരാറില്ല. അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റു പല ഫങ്ഷൻസിനും വേണ്ടിയായിരിക്കും. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ റീപ്ലേസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. Then the types are prop root, stilt root, pneumatophores. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. The first one, prop roots, that are adventitious root raised from branch and which remain suspended in the air till they reach the ground. On reaching the ground, they enter it and get fixed up in the soil as they support thick branches of the tree. അത് നിങ്ങൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളതാണ്. പ്രോപ്പ് റൂട്ട്സ് എക്സാമ്പിൾ ഫൈക്കസ് ബംഗാളിൻസിസിലെ. അതായത് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാണ്. ഇത് ബ്രാഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് എൻറ്റർ ഇൻ ടു ദി സോയിൽ ആൻഡ് ഗെറ്റ് ഫിക്സഡ് അപ്പ് ആൻഡ് ഗിവ് സപ്പോർട്ട് ടു ദി തിക്ക് ബ്രാഞ്ച്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിൽറ്റ് റൂട്ട്. They are also a type of adventitious roots which emerge from the butt of a tree above ground level so that the tree appears as if supported on flying buttress. ഇത് മാംഗ്രൂവ്സിലാണ് പൊതുവെ മാംഗ്രൂവ്സിൽ കാണുന്നുണ്ട്, റൈസോഫോറസ് സ്പീഷീസിൽ, പിന്നെ ഷുഗർ കെയിനിലും കാണാം. അതായത് ഈ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഇതും സപ്പോർട്ടിനാണ് മെയിൻ ഫങ്ഷൻ. ഈ ഫ്ലൈയിങ് ബട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ഔട്ട് ഗ്രോത്തിനെ പറയുന്നതാണ് ബട്രസ്. ഇത് നമ്മൾ സ്റ്റെമ്മിലിൻ്റെ കേസിലും പഠിക്കാൻ പോകുന്നുണ്ട്. ബട്രസ് പോലെയാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്, ഒരു ജസ്റ്റ് ഫോർ സപ്പോർട്ട്. ദെൻ ദ തേർഡ് വൺ, pneumatophores. This is spike-like projection of the root of some tree. മാംഗ്രൂവ്സിൽ കാണുന്നതാണ്. and enable the submerged root to obtain oxygen. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ റെസ്പിറേഷൻ, അല്ലെങ്കിൽ ഓക്സിജൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ട്രക്ചർ, അതാണ് ഫങ്ഷൻ. എക്സാമ്പിൾസ് ഓൾ മാംഗ്രൂവ്സ്, സെമിയ, ബ്രുഗേറിയ, ഇതൊക്കെയാണ് ഫോർ എക്സാമ്പിൾ ഫോർ pneumatophores. Then mycorrhiza is structure produced from the combination of the modified rootlet with fungal tissue. അതായത് ഫംഗിയുടെയും പിന്നെ പ്ലാന്റ്സിന്റെ റൂട്ടും തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് ഈ മൈക്കോറൈസ എന്ന് പറയുന്നത്. മൈക്കോറൈസൽ റിലേഷൻസ് ആർ ഓഫ് 3 types: എക്ടോട്രോഫിക്, എൻഡോട്രോഫിക് ആൻഡ് എക്റ്റിൻഡോട്രോഫിക്. എക്ടോട്രോഫിക് മിക്കവാറും കാണുന്നത് ബേസിഡയമൈസിഡ്സ് എന്ന ഫംഗസിലാണ്. ദേ ഫോം എ മാന്റിൽ ഓവർ ദ റൂട്ട്ലെറ്റ്സ്
and the hyphae usually radiate from the mantle. ഈ ഫംഗി കോർട്ടെക്സിൽ എൻ്റർ ചെയ്യും. ദെൻ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ ഹൈഫെ ഗ്രോ ചെയ്യും. ദെൻ എൻഡോട്രോഫിക്. ദേ ആർ പ്രസൻറ്റ് ഇൻ ഫൈക്കോമൈസൈറ്റ്സ്. ഫൈക്കോമൈസൈറ്റ്സ് എന്ന ടൈപ്പ് ഫംഗസിലാണ് കൂടുതലും കാണുന്നത്. ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻഡിവിജ്വൽ ഹൈഫെ on the root surface and penetrate the cell of the cortex and roots become bedded. എറ്റെൻട്രോട്രോഫിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എക്ടോട്രോഫിക്കും എൻഡോട്രോഫിക്കും കമ്പൈൻ ചെയ്ത ടൈപ്പാണ്. അപ്പം രണ്ടിലും നടക്കുന്ന ഫങ്ഷൻസ് ഇതിൽ കാണാം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മൈക്കോറൈസ ഇൻ ഫോറസ്ട്രി. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും മൈക്കോറൈസേൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. ദേ എബ്സോർബ് സോയിൽ മോയ്സ്ചർ ബൈ ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് അബ്സോർബിങ് സർഫസ്. അതായത് സോയിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ എന്താണ് വേണ്ടത്? ഏരിയ, കുറേ ഏരിയ സ്പ്രെഡ് ആയിരിക്കും റൂട്ട്സ്. അപ്പോൾ ഈ ഒരു മൈക്കോറൈസേൻ്റെ കമ്പൈൻ ചെയ്ത റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഹൈഫെല്ലാം കൂടി കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ദാറ്റ് വിൽ ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് അബ്സോർബിങ് സർഫസ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ്, ഫോസ്ഫറസ്, കോപ്പർ, അയൺ തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസിൻ്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. ദെൻ ഫിക്സ് നൈട്രജൻ ഫ്രോം റോ ഹ്യൂമസ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് നൈട്രജൻ ഫിക്സേഷൻ. ആൻഡ് മെയിൻലി ഫൗണ്ട് ഇൻ പൈനസ്, സിട്രസ്, യൂക്കാലിറ്റസ് തുടങ്ങിയ സ്പീഷീസിലൊക്കെ ആണ് മൈക്കോറൈസൽ അസോസിയേഷൻ കാണുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ലിഗ്നോട്യൂബേഴ്സ്. Lignotubers are underground swelling found on most species of eucalyptus. ലിഗ്നോട്യൂബേഴ്സ് എന്ന് പറയുന്നതും ഒരു മോഡിഫൈഡ് ഇതാണ്, റൂട്ടിൽ കാണുന്ന ഒരു ഫോമാണ്. മെയിനായിട്ടും യൂക്കാലിറ്റസ് സ്പീഷീസിലാണ് കാണുന്നത്. ആൻഡ് ആർ ആക്ച്വലി മോഡിഫൈഡ് സ്റ്റം ഡെവലപ്ഡ് ഫ്രം ഡബിൾ axillary buds. They serve the purpose of food storage and regeneration because they bear numerous buds and which become active and produce shoot if the tree is injured, cut down or burned. അതായത് ഫുഡ് സ്റ്റോറേജും റീജനറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ട്രീ എങ്ങനെയെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി അതിൻ്റെ ബേണായി ടിഷ്യൂസൊക്കെ ബേണായി കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഷൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ന്യൂമറസ് ബഡ്സ് കാണുന്നുണ്ട്, ആ ബഡ്സിൽ നിന്ന് പുതിയ ഷൂട്ട്സ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് root nodules. The roots of a large number of plants and trees have small nodules. They contain a bacterial rhizobium, ഒരു സ്പീഷീസ് ആണ്, in large numbers. The bacteria living in the root nodule help in fixation of free nitrogen from the air in the form of nitrates. That is, the rhizobium bacteria enter into the root through root hairs in the form of bacterial filament. ഈ ഫിലമെൻ്റ് ബ്രാൻഡ്സ് ഇന്നർ കോർട്ടെക്സിൽ എത്തിയിട്ട് അവിടെ സെൽ ഡിവിഷൻ വഴി നോഡ്യൂൾ ഫോം ചെയ്യും. ഈ നോഡ്യൂള് സൈസും ഷേപ്പൊക്കെ ഡിഫറെൻറ്റ് സൈസിലും ഷേപ്പിലും കാണാം. ദെൻ പ്ലാന്റ് യൂട്ടിലൈസ് ദ നൈട്രേറ്റ് and in turn provide the bacteria with carbohydrates. അതായത് പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലുള്ള നൈട്രജൻ ഇൻ ദ ഫോം ഓഫ് നൈട്രേറ്റ്സ്. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്ലാന്റ്സിന് നൈട്രേറ്റ്സ് ആയിട്ട് പ്ലാന്റ്സിന് കൊടുക്കുന്നു. തിരിച്ച് ഈ പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് ഈ ബാക്ടീരിയക്ക് തിരിച്ചു നൽകുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് എ മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ആൻഡ് കോമൺ ഇൻ ലെഗുമിനോസെ ഫാമിലി.
and nodules found in about 65 species of about 8 families, and in Leguminaceae it is common seen in Dalbergia, Aquacia, Bauhinia, Albizia തുടങ്ങിയ സ്പീഷീസിലൊക്കെ കാണാം. ആൻഡ് എക്സെപ്റ്റ് ഇൻ കാഷ്യട്ടോറയിൽ ഈ സിംബയോട്ടിക് റിലേഷൻ റൂട്ട് നോഡ്യൂൾസ് കാണുന്നില്ല. മിക്കവാറും അത് ലെഗുമിനസ് ഫാമിലിയിൽ റിലേഷൻ കാണാം. പിന്നെ ഈ റൈസോബിയം ബാക്ടീരിയ മാത്രമല്ല, there are other root nodule forming bacteria also present in some other plants.